നാൾക്ക് നാൾ കൂടുമ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം കൂടുതൽ സംഘർഷഭരിതങ്ങളിലേക്ക്, അതായത് കൂടുതൽ കനക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ നമുക്ക് ലഭിക്കുന്ന വാർത്ത, യുക്രൈൻ 7 വർഷം മുമ്പ് പരിക്കേറ്റ അതേ യുദ്ധക്കപ്പലിനെ വീണ്ടും മുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. റഷ്യൻ കപ്പലിനെയാണ് യുക്രൈൻ മുക്കിയിരിക്കുന്നത്. റഷ്യൻ കപ്പലായിട്ടുള്ള ഇസൂംറുഡിനെ യുക്രൈൻ മുക്കി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ ഒരു പ്രധാനവും തന്ത്രപരവുമായിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. യുക്രൈൻ നാവികസേന റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിന്റെ അതിർത്തി പെട്രോളിംഗ് കപ്പലായിട്ടുള്ള ഇസ്രൂംറുഡ് നാവിക ഡ്രോൺ ഉപയോഗിച്ച് കടലിൽ മുക്കി. ഈ ആക്രമണത്തിൽ നിരവധി റഷ്യൻ സൈനികർക്കും കപ്പലിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ കപ്പലിന്റെ സ്റ്റാർബോർഡ് വശത്ത് ഒരു വലിയ ദ്വാരം വ്യക്തമായി കാണിക്കുന്നു. ഈ വിജയകരമായ പ്രവർത്തനത്തിന് ശേഷം പ്രതികാരം അനിവാര്യമാണെന്നും റഷ്യക്കെതിരെ ഭാവിയിൽ ഇത്തരം കൂടുതൽ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും യുക്രൈൻ നാവികസേന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. സമുദ്രമേഖലയിൽ യുക്രൈന്റെ വർദ്ധിച്ചു വരുന്ന സൈനിക ശക്തിയും കഴിവും ഈ സംഭവം കാണിക്കുന്നു. 2018 കെർച്ച് കടലിടുക്കിൽ 3 യുക്രൈനിയൻ നാവിക കപ്പലുകൾ ആക്രമിച്ച് 24 യുക്രൈനിയൻ നാവികരെ ബന്ദികളാക്കിയ റഷ്യൻ കപ്പലായിട്ടുള്ള ഇസ്രൂംറുഡ് അത് തന്നെയാണിത്. അക്കാലത്ത് ഈ സംഭവം ആഗോളതലത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഏകദേശം 7.5 വർഷത്തിന് ശേഷം അതേ കപ്പലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യുക്രൈൻ റഷ്യയ്ക്ക് ഉചിതമായ മറുപടി നൽകിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. തങ്ങളുടെ നാവികരെ അപമാനിച്ചതിനുള്ള പ്രതികാരമായിട്ടാണ് യുക്രൈൻ ഇത് ചെയ്തത് എന്നാണ് ഇപ്പോൾ യുക്രൈൻ വൃത്തങ്ങൾ പറയുന്നത്. തദ്ദേശീയമായി നിർമ്മിച്ച സമുദ്ര ഡ്രോണായ സർഗൺ 3000 ആണ് ഇപ്പോൾ ഇംറൂഗ്രുഡിനെ നാശം വിധിച്ചിരിക്കുന്നതെന്നും അറിയാനായി സാധിക്കുന്നുണ്ട്. റഷ്യയ്ക്ക് അതുകൊണ്ട് തന്നെ യുദ്ധമുന്നണിയിൽ വലിയ നാണക്കേടുണ്ടായിരിക്കുന്നു. യുക്രൈന് പ്രതീകാത്മകമായിട്ടുള്ള വിജയമുണ്ടായിരിക്കുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.